മനസ്സിലുണ്ടോ മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, പട്ടാമ്പി, കുട്ടനാട്, കൊപ്പം ആൻഡ് കാച്ചേരി. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ഓൾ കേരള സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷാ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി സംഘടിപ്പിച്ച ഓൾ കേരള സിവിൽ സർവീസ് ടാലന്റ് പരീക്ഷാ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഹൈസ്കൂൾ വിഭാഗത്തിൽ നിലമ്പൂർ ചന്തക്കുന്ന് ഫാത്തിമഗിരി ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാർത്ഥി വി ആര്യനന്ദയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം ലഭിച്ചത്. 2-3 സ്ഥാനങ്ങൾ നേടിയത് യഥാക്രമം ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ കോഴിക്കോട് സ്വദേശി മുഹമ്മദ് അനസും കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി അഭിനവ് ആറുമാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് പത്തനംതിട്ട ചൂരക്കോട് NSS ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി സൂര്യകിരണാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ GMHSS വിദ്യാർത്ഥി ശ്രീനാഥ് സുധീഷ് 2ാം സ്ഥാനവും പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി ഫഹ്മിദ ഫാറൂഖ് 3ാം സ്ഥാനവും നേടി. ബിരുദതലത്തിൽ നടന്ന പരീക്ഷയിൽ 1ാം സ്ഥാനം തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജ് വിദ്യാർത്ഥി ക്രിസ്റ്റി ജിൽസനായിരുന്നു. ഹൈദരലി ശിഹാബ് തങ്ങൾ ക്രിയ സിവിൽ സർവീസ് അക്കാദമി വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രൊട്ടൻഷ്യ 2024 ഏകദിന ക്യാമ്പിൽ വെച്ചാണ് ടാലന്റ് പരീക്ഷാ ജേതാക്കൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. അക്കാദമി ഹാളിൽ നടന്ന ക്യാമ്പ് നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു. മുഖ്യാതിഥിയായി പങ്കെടുത്ത തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര IAS സമ്മാന വിതരണം നടത്തി. ലഹരി നുണയുന്ന യുവത്വം, സുരക്ഷിത സൈബറിടം എന്ന വിഷയത്തിൽ പ്രമുഖ സ്പീക്കർ ഫിലിപ്പ് മമ്പാടും നൂതന സാങ്കേതിക വിദ്യകളും ആധുനിക വിദ്യാർത്ഥികളും എന്ന വിഷയത്തിൽ ഉമർ അബ്ദുൽ സലാമും മികവുറ്റ ആശയവിനിമയ രീതി എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദും ക്ലാസുകൾ നയിച്ചു. അക്കാദമി CEO റോഷിൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. മുദ്ര ഫൗണ്ടേഷൻ്റെ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലതിക സതീഷ്, മുഹമ്മദ് അലി വണ്ടൂർ, NM ഫസൽ വാരിസ്, ഗായത്രി മേനോൻ, ശ്രുതി നായർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ.